For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ. CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ ഡീൽ വാദം പുച്ഛിച്ച് തള്ളുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ ഡീൽ വാദം പുച്ഛിച്ച് തള്ളുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്നതിനു വേണ്ടിയും ശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടിയുമാണ് ഇത്തരത്തിൽ ആരോപണം CPM ഉന്നയിക്കുന്നതെന്നും പണം വാങ്ങിയെന്ന് പറയുന്ന മുൻ BJP സ്ഥാനാർത്ഥിയുടെ പേരും എറണാകുളത്തെ ഏജൻസിയുടെ പേരും വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവണമെന്നും P. വേണുഗോപാൽ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏത് സ്ഥാനാർത്ഥിയാണ് മുൻ സ്ഥാനാർത്ഥിയാണ് ഈ ഡീലിംഗിന് ശ്രമിച്ചത് എന്ന് വ്യക്തമാക്കാൻ അവരുടെ പേര് വെളിപ്പെടുത്താൻ CPMന്റെ ജില്ലാ സെക്രട്ടറി തയ്യാറാണ്. മാത്രമല്ല എറണാകുളത്തുള്ള ഏജൻസി മുഖേന ആ ഏജൻസിയുടെ പേര് വെളിപ്പെടുത്താൻ എന്താണ് CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് വൈമനസ്യം? എൻ സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യം BJPയോട് കാണിക്കണ്ട എന്നും തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിരവധി സീറ്റുകളിൽ BJP ജയിക്കുമെന്ന് മനസ്സിലാക്കിയുള്ള ആരോപണമാണ് ഇതെന്നും P. വേണുഗോപാൽ പറഞ്ഞു. BJP പാലക്കാട് മൊത്തത്തിൽ റവന്യൂ ജില്ലയിൽ നിരവധി സീറ്റുകൾ ജയിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാ, തെളിയിക്കുകയും വേണമെന്നും ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാവണമെന്നും P. വേണുഗോപാൽ വെല്ലുവിളി നടത്തി. വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പുറന്തള്ളുമെന്ന ഭയത്തിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശരിയല്ല എന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നും വേണുഗോപാൽ വ്യക്തമാക്കി. CPMഉം UDFും തമ്മിലാണ് കൂട്ടുകച്ചവടം നടക്കുന്നതെന്നും അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പാറയിലടക്കം UDFന് സ്ഥാനാർത്ഥികൾ ഇല്ലാതായത് എന്നും അദ്ദേഹം ആരോപിച്ചു. ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒറ്റപ്പാലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനറുമായ പ്രമോദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.